ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകുന്നതിൽ വീണ്ടും നിയമോപദേശം തേടാൻ SIT. തന്ത്രിക്കെതിരെ തെളിവില്ല എന്ന പരാമർശങ്ങൾ നീക്കം ചെയ്യാനായി മാത്രം അപ്പീൽ നൽകാനും SIT ആലോചിക്കുന്നുണ്ട്. അപ്പീൽ സിംഗിൾ ബെഞ്ചിൽ വന്നാൽ തിരിച്ചടിയായേക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണിത്. അതേസമയം ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടി തന്ത്രി കണ്ഠരര് രാജീവര് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കും. തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം നൽകിയതിനെതിരെ അപ്പീൽ നൽകാനുള്ള തീരുമാനത്തിൽ പുനരാലോചനയിലാണ് SIT. അപ്പീൽ നൽകുന്നതിലെ ആശയക്കുഴപ്പമാണ് കാരണം. ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മാത്രം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയാൽ തിരിച്ചടി നേരിടുമെന്നാണ് SITയുടെ വിലയിരുത്തൽ. തന്ത്രിക്കെതിരെ തെളിവില്ലെന്ന പരാമർശം നീക്കണമെന്ന ആവശ്യം കൂടി ഉയർത്താനാണ് SITയുടെ ആലോചന. പരാമർശം നീക്കണമെന്ന ആവശ്യം മാത്രം ഉന്നയിക്കുന്നതും പരിഗണനയിലുണ്ട്. ഇക്കാര്യത്തിൽ നിയമോപദേശം തേടാനും SIT തീരുമാനിച്ചു. ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം മാത്രം ഉന്നയിച്ചാൽ സിംഗിൾ ബെഞ്ചിൽ ഹർജി വരുന്നത് ഒഴിവാക്കാനാണ് നീക്കം. അപ്പീൽ നൽകിയാൽ തന്ത്രിയെ പ്രതി ചേർത്തത് അന്വേഷണ പുരോഗതിയിലെന്ന് അറിയിക്കും. മറ്റു പ്രതികളിൽ നിന്ന് തെളിവുകളും മൊഴികളും ലഭിച്ചെന്നും അറിയിക്കാനാണ് ആലോചന. അതേസമയം ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടാനാണ് തന്ത്രിയുടെ നീക്കം. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുതെന്നതിൽ ഇളവ് തേടാൻ കൊല്ലം വിജിലൻസ് കോടതിയാണ് സമീപിക്കുക. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്നതിനാണിത്. ഇതിനിടെ ശബരിമലയിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറിയിലേക്ക് ഇന്ന് SIT അയക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.